അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 തജ്വീദുൽ ഖുർആൻ സെക്കൻഡ് പാർട്ടിലെ ഒന്നാമത്തെ പാഠം, രണ്ടാമത്തെ പാഠം, മൂന്നാമത്തെ പാഠം എന്നീ പാഠങ്ങളുടെ തദ്രീബാത്താണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഒന്നാമത്തെ പാഠം സൂറത്തു ഷംസ്. കൂട്ടുകാർ, സൂറത്തു ഷംസ് തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റ. ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. വളുഹാഹ, ഇസാ തലാഹ, ഇസാ ജല്ലാഹ, ഇസാ യഗ്ഷാഹ, വമാ ബനാഹ, വമാ തഹാഹ, വമാ സവ്വാഹ, വതഖ്വാഹ, മൻ സക്കാഹ, വഖദ് ഖാബ മൻ ദസ്സാഹ, കസ്സബത് സമൂദ് ബിതഗ്വാഹ, ഇദ് ഇൻബഅസ അഷ്ഖാഹ, വസുഖ്യാഹ ഫഅഖറൂഹ, റബ്ബുഹും ബിസംബിഹിം ഫസവ്വാഹ, വലാ യഖാഫു ഉഖബാഹ. അടുത്ത പേജ് നോക്കൂ. നുലാഹിദുൽ ഇഖ്ഫാ ഖബ്ല സാ. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ സായിന് മുമ്പ് വരുന്ന ഇഖ്ഫായിനെ ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. അപ്പം നോക്കൂ, നമുക്കറിയാം സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം സാ വന്നാൽ അവിടെ വിധി ഇഖ്ഫാ ആണ്. അപ്പോൾ അവിടെ ഇഖ്ഫായിൻ്റെ വിധി നമ്മൾ പാലിക്കണം. ഒന്നാമത്തെ നോക്കൂ, മൻ സക്കാഹ. സാക്കിനായ നൂനിന് ശേഷം സാ വന്നിരിക്കുന്നു. അടുത്തത് വലാ യുൻസിഫൂൻ. അടുത്തത് മിൻ സഖൂം. അടുത്തത് നഹ്നുൽ മുൻസിലൂൻ. അടുത്തത് സഈദൻ സലഖ. ഇവിടെ തൻവീനിന് ശേഷം സാ വന്നിരിക്കുന്നു. അടുത്ത പ്രവർത്തനം ലാഹിദു ഇഖ്ഫാ അൽ മീമി സാക്കിനത്തി ഖബ്ല അൽ ബാ. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ബായിന് മുമ്പ് വരുന്ന ഇഖ്ഫാ ഇവിടെ സാക്കിനായ മീമിൻ്റെ വിധിയാണ്. നമുക്കറിയാം സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ അവിടെ വിധി ഇഖ്ഫാ ആണ്. അപ്പം നമുക്ക് നോക്കാം. ഇന്ന റബ്ബഹും ബിഹിം. ഇവിടെ നോക്കൂ, റബ്ബഹും ബിഹിം. സാക്കിനായ മീമിന് ശേഷം ബാ വന്നിരിക്കുന്നു. അടുത്തത് വമാ സ്വാഹിബുക്കും ബിമജ്നൂൻ. സ്വാഹിബുക്കും ബിമജ്നൂൻ. അവിടെ സാക്കിനായ മീമിന് ശേഷം ബാ വന്നിരിക്കുന്നു. അടുത്തത് ഫബശ്ശിർഹും ബിഅസാബ്. അടുത്തത് ഫഇദാഹും ബിസ്സാഹിറ. അടുത്തത് അലൈഹിം ബിമുസൈതിർ. അടുത്ത പ്രവർത്തനം നക്തശിഫുൽ ഇഖ്ഫാ ഖബ്ല സാ മിനൽ ആയാത്തിൽ ആതിയ. ഇവിടെ കൊടുത്തിരിക്കുന്ന ആയത്തുകളിൽ നിന്ന് സായിന് മുമ്പ് വരുന്ന ഇഖ്ഫായിനെ കണ്ടെത്തണം. അതായത് സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം സാ വന്നാൽ അവിടെ വിധി ഇഖ്ഫാ ആണല്ലോ, അത് നമ്മൾ കണ്ടെത്തണം. ഒന്നാമത്തെ ആയത്തിൽ നോക്കൂ, വലാ യുൻസിഫൂൻ. ഇവിടെ സാക്കിനായ നൂനിന് ശേഷം സാ വന്നിരിക്കുന്നു. അടുത്ത ആയത്തിൽ മിൻ സഖൂം അൻസൽതുമൂഹു. അതേ ആയത്തിൽ തന്നെ നോക്കൂ, നഹ്നുൽ മുൻസിലൂൻ. അടുത്ത ആയത്ത് തൻസീലുൻ. അടുത്ത പ്രവർത്തനം നക്തശിഫു ഇഖ്ഫാ അൽ മീമി സാക്കിനത്തി ഖബ്ല അൽ ബാഇ മിനൽ ആയാത്തിൽ ആതിയ. ഇവിടെ കൊടുത്തിരിക്കുന്ന ആയത്തുകളിൽ നിന്ന് ബായിന് മുമ്പ് വരുന്ന ഇഖ്ഫായിനെ കണ്ടെത്തണം.
നമുക്കറിയാം സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ അവിടെ വിധി ഖ്ഫ ആണല്ലോ. ഒന്നാമത്തെ ആയത്തിൽ യഅലം ബി അന്ന, അവിടെ സാക്കിനായ മീമിന് ശേഷം ബാ വന്നിരിക്കുന്നു. അടുത്ത പേജ് നോക്കൂ. യഅതീകും ബിമാഇൻ, അവിടെ സാക്കിനായ മീമിന് ശേഷം ബാ വന്നിരിക്കുന്നു. അടുത്ത ആയത്ത് വജസാഹും ബിമാ, അടുത്ത ആയത്തിൽ അലൈഹിം ബിആനിയത്തിൻ. അടുത്തത് കുൻതും ബിഹി. അടുത്ത പ്രവർത്തനം നുലാഹിദു ഖാഫ്, ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഖാഫിനെ ശ്രദ്ധിക്കണം. വൽ ഖമർ വതഖ്വാഹ വഖദ് ഖാബ അഷ്ഖാഹ വഅഖറൂഹ ഉഖബാഹ. അടുത്ത പ്രവർത്തനം നുലാഹിദു റസ്മൽ ഖുർആൻ, ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ റസ്മുൽ ഖുർആൻ നമ്മൾ ശ്രദ്ധിക്കണം. റസ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാം സാധാരണ എഴുതുന്ന അറബിയല്ല. ഖുർആനിൽ ഒരു പ്രത്യേക എഴുത്ത് രീതിയുണ്ട്. ആ എഴുത്ത് രീതിക്കാണ് റസ്മുൽ ഖുർആൻ എന്ന് പറയുന്നത്. ഒന്നാമത്തത് നോക്കൂ, തലാഹ. നാം സാധാരണ ഏതെങ്കിലും ഒരു അക്ഷരത്തെ നീട്ടിയാൽ അതിനെ ഒന്നിപ്പിച്ച് അടുത്ത അക്ഷരത്തിനോട് ചേർത്ത് എഴുതുകയില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നാം ഇവിടെ ലാമിനെ നീട്ടിയിരിക്കുന്നു, എന്നിട്ട് അടുത്ത അക്ഷരമായ ഹായിനോട് ചേർത്ത് എഴുതിയിരിക്കുന്നു. ഇതാണ് റസ്മുൽ ഖുർആൻ. അടുത്ത നോക്കൂ, ജല്ലാഹ ത്വഹാഹ വതഖ്വാഹ വസുഖിയാഹ ഉഖബാഹ. മനസ്സിലായില്ലേ? അടുത്ത പാഠം നോക്കൂ, സൂറത്തുൽ ബലദ്. കൂട്ടുകാർ ഈ സൂറത്ത് തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. അടുത്ത പേജ് നോക്കൂ, ഒന്നാമത്തെ പ്രവർത്തനം നഖ്റ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കാം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് അല്ലൻ യഖ്ദിറ അഹ്ലക്തു മാലൽ ലുബദാ അല്ലം യറഹു അഹദ് ഐനൈൻ വശഫതൈൻ വഹദൈനാഹുൻ നജ്ദൈൻ. അടുത്തത് നുലാഹിലുൽ ഇദ്ഗാമ ബിലാ ഗുന്ന ഫീ ലാം. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ലാമിൻ്റെ ഇദ്ഗാമും ബിലാ ഗുന്നയുടെ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ലാം വന്നാൽ അവിടെ വിധി ഇദ്ഗാമു ബിലാ ഗുന്നയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. യഖുല്ലഹു, അവിടെ സാക്കിനായ നൂനിന് ശേഷം ലാം വന്നിരിക്കുന്നു. അടുത്തത് അഷ്താതൻ ലിയുറൗ, അവിടെ തൻവീനിന് ശേഷം ലാം വന്നിരിക്കുന്നു. അടുത്തത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, അവിടെ തൻവീനിന് ശേഷം ലാം വന്നിരിക്കുന്നു. അടുത്തത് വൈലുൽ ലിക്കുല്ലി. അടുത്തത് മില്ലദുൻഹു ഹുമസത്തിൽ ലുമസ ലഇല്ലം വലാകില്ല മല്ലാ യസ്അലുക്കും. അടുത്ത പേജ് നോക്കൂ. നക്തശ്ഫുൽ ഇദ്ഗാമ ബിലാ ഗുന്ന ഫീ ലാം മിനൽ ആയാത്തിൽ ആതിയ. ഇവിടെ കൊടുത്തിരിക്കുന്ന ആയത്തുകളിൽ നിന്ന് ഇദ്ഗാമു ബിലാ ഗുന്നയുടെ ഉദാഹരണങ്ങൾ കണ്ടെത്തണം. ഇദ്ഗാമു ബിലാ ഗുന്ന ഉണ്ടാകാൻ രണ്ട് സന്ദർഭങ്ങളുണ്ട്. അതെന്താണ്? സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ലാമോ അല്ലെങ്കിൽ റാഓ വന്നാൽ ഇവിടെ നമ്മൾ ലാമിൻ്റെയാണ് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ ആയത്തിൽ നോക്കൂ, കുല്ലുല്ലമ്മ, അതായത്തിൽ തന്നെ ജമീഉൽ ലദൈന. അടുത്ത ആയത്തിൽ വആയത്തുൽ ലഹുമുൽ അർളു, തൻവീനിന് ശേഷം ലാം വന്നിരിക്കുന്നു. അടുത്ത ആയത്തിൽ
വആയത്തുൽ ലഹുമുൽ ലൈലു. ഇത് നാം മുമ്പ് കണ്ട ഉദാഹരണം പോലെയാണ്. അടുത്തത് ലിമുസ്തഖറിൽ ലഹാ. അടുത്ത പ്രവർത്തനം നുലാഹിലുൽ വഖ്ഫ അലദ്ദാൽ. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ദാലിൽ വഖഫ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. ബിഹാസൽ ബലദ് വമാ വലദ് ഫീ കബദ് അലൈഹി അഹദ് അല്ലം യറഹു അഹദ് ഹുവല്ലാഹു അഹദ്. അടുത്ത പേജ് നോക്കൂ. മൂന്നാമത്തെ പാഠം സൂറത്തുൽ ബലദ്. കൂട്ടുകാർ ഈ സൂറത്ത് തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. അടുത്ത പേജ് നോക്കൂ. നഖ്റ. ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. ഫലഖ്തഹമ വമാ അദ്റാക മൽ അഖബ യൗമിൻ സീ മസ്ഗബ സാ മഖ്റബ വതവാസൗ ബിൽ മർഹമ അസ്ഹാബുൽ മൈമന ബിആയാതിനാ അസ്ഹാബുൽ മശ്അമ നാറും മുഅ്സദ. അടുത്ത പ്രവർത്തനം നുലാഹിലുൽ ഇഖ്ഫാ ഖബ്ല സാൽ. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് സാലിന് മുമ്പ് വരുന്ന ഇഖ്ഫാനെ ശ്രദ്ധിക്കണം. നമുക്കറിയാം സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം സാൽ വന്നാൽ അവിടെ വിധി ഇഖ്ഫാ ആണ്. അപ്പം നമുക്ക് നോക്കാം. നാരൻ സാത്ത. അടുത്തത് മൻ സല്ലദി. അടുത്തത് ഫഅൻസർതുക്കും. അടുത്തത് മിൻ സിക്റാഹ. അടുത്തത് വതആമൻ സാ ഗുസ്സ വമിൻ ദുർരിയതിനാ. അടുത്തത് മുൻസിരീന. അടുത്തത് കുല്ലു നഫ്സിൻ സായിഖ. അടുത്തത് സിൽസിലത്തിൻ സർഉഹ. അടുത്ത പേജ് നോക്കൂ. നക്തശ്ഫുൽ ഇഖ്ഫാ ഖബ്ല സാൽ മിനൽ ആയാത്തിൽ ആതിയ. ഇവിടെ കൊടുത്തിരിക്കുന്ന ആയത്തുകളിൽ നിന്ന് സാലിന് മുമ്പ് വരുന്ന ഇഖ്ഫാനെ കണ്ടെത്തണം. ഒന്നാമത്തെ ആയത്തിൽ നോക്കൂ. ഉൻസീറ. അവിടെ സാക്കിനായ നൂനിന് ശേഷം സാൽ വന്നിരിക്കുന്നു. അവിടെ എന്താണ് വിധി? ഇഖ്ഫാ ആണ്. അതിനു മുമ്പ് നോക്കൂ. ലിതുൻസീറ. അവിടെയും ഇത് തന്നെയാണ്. സാക്കിനായ നൂനിന് ശേഷം സാൽ വന്നിരിക്കുന്നു. അടുത്ത ആയത്തിൽ അഅൻസർതഹും തുൻസിർഹും. അടുത്ത വരിയിൽ നോക്കൂ. തുൻസിറു. അടുത്ത ആയത്തിൽ ലിയുൻസിറ. അടുത്ത ആയത്തിൽ വമിൻ ദുർരിയതി. അടുത്ത ആയത്തിൽ മുൻസിറൂൻ. ഈ 3 പാഠങ്ങളുടെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.